കഴിഞ്ഞ ദിവസം ഒരു സെൽഫ് ഹീലിംഗ് കട്ടിംഗ് മാറ്റ് പരിചയപ്പെടുത്തിയിരുന്നു. അതാണ് ഈ കട്ടിംഗ് മാറ്റ്. പക്ഷേ അതിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് സോൾഡറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പിന്നീടാണ് മനസ്സിലായത്. അത് ഹീറ്റ് റെസിസ്റ്റൻ്റ് അല്ല. അപ്പോഴാണ് ഈ ഇത് വാങ്ങിച്ചത്. ഇത് ഇങ്ങനെ ചെറിയ ചെറിയ കോമ്പണൻസ് ഒക്കെ വെച്ചാൽ മടക്കി വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെ സിലിക്കോൺ മാറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 500 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ടോളറേറ്റ് ചെയ്യുന്നതാണ് പറയണേ, ഉരുകാതെ. അപ്പോൾ ഇതിൽ കുറേ കള്ളികളൊക്കെ ഉണ്ട്. ഈ കള്ളികളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാർട്സ് ഇട്ട് വയ്ക്കാം. പിന്നെ ചെറിയ ടൂൾസൊക്കെ വേണമെങ്കിൽ ചെറിയ സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഓരോ സ്ഥലങ്ങളിൽ വെക്കാനുള്ളൊരു സൗകര്യമുണ്ട്. പക്ഷേ ഇതിന് വേറെ പ്രശ്നമുണ്ട്. ഈ കട്ടിംഗ് മാറ്റ് ഇങ്ങനെ കത്തി കൊണ്ടൊക്കെ ഒന്നും ആയിക്കഴിഞ്ഞാൽ മുറിയൊന്നുമില്ല. മുറിഞ്ഞാൽ അതങ്ങ് കൂടിപ്പോവും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് കത്തിയെടുത്ത് മുറിച്ചാൽ 2 കഷ്ണമാവും. അപ്പോൾ രണ്ടിനും വേറെ വേറെ പ്രോപ്പർട്ടീസാണ്, വേറെ ഉദ്ദേശങ്ങളുമാണ്. അപ്പോൾ സോൾഡറിങ്ങിന് ഇത് ഉപയോഗിക്കുക. ഇത് പാർട്സൊക്കെ അസംബിൾ ചെയ്യാനും സാധനങ്ങൾ മെഷർ ചെയ്യാനും ഇതിൽ മെഷർമെൻറ്റൊക്കെ ഉണ്ട്. കണ്ടില്ലേ, പലതരം മെഷർമെൻറ്റുകളുണ്ട്. ഇതിൻ്റെ മറുവശത്ത് വേറെ മെഷർമെൻ്റ് ഉണ്ട്. ഇതാ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാൽ നമുക്ക് ഒരു ഹോം ബ്രൂയിങ്ങിന് നല്ലൊരു മുതൽക്കൂട്ടാവും. ഇത് A3 സൈസാണ്. അതിൻ്റെ ചെറുത് A4 സൈസ് ഉണ്ടാവും, ഏകദേശം പകുതി ഉണ്ടാവും. പിന്നെ മേലേക്ക് A2 സൈസൊക്കെ ലഭ്യമാണ്. ഞാനിപ്പം ആദ്യമായിട്ട് വാങ്ങണതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് ഇത് വാങ്ങിച്ചു. ഇത് പിന്നെ ഒരു സൈസ് ഞാൻ കണ്ടുള്ളൂ. അതായത് ഇത് കണ്ടാൽ സാധാരണ റബ്ബർ പോലെ തോന്നുക. ഇനി ഉപയോഗിക്കുമ്പോഴേ അറിയുള്ളൂ ഉരുക്കി പോകണ്ടോ ഇല്ലേ എന്നുള്ളത്.